മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷണത്തിനിരിക്കുന്നത് കണ്ടിട്ട് പരീശന്മാർ യേശുവിന്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഗുരു എന്തുകൊണ്ടാണ് പാപികളോടും ചുങ്കക്കാരോടും കൂടെ ഭക്ഷണം കഴിക്കുന്നത്? ഇത് കേട്ടിട്ട് യേശുവിന്റെ മറുപടി ഇപ്രകാരമായിരുന്നു, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. രോഗിക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം, ആരോഗ്യമുള്ള ഒരാൾക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നാം പാപികളാണ്, അതുകൊണ്ട് ദൈവം നമ്മെ സ്നേഹിക്കില്ല, ദൈവം നമ്മെ അനുഗ്രഹിക്കത്തില്ല, നമുക്ക് വേണ്ടി ദൈവം ഒരു നന്മയും ചെയ്യത്തില്ല, നമ്മെ ദൈവം ശിക്ഷിക്കും. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് നാം ആവലാതിപ്പെടാറുണ്ട്. എന്നാൽ ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത് നീതിമാന്മാർക്ക് വേണ്ടി അല്ല യേശു ലോകത്തിൽ വന്നത്, മറിച്ച് പാപികളെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ വേണ്ടിയാണ് യേശു ലോകത്തിലേക്ക് വന്നത്. ഭാഗ്യവചനം നാം പഠിക്കുമ്പോൾ അതിലൊരു വചനം ഇപ്രകാരം നാം വായിക്കുന്നു, നീതിക്ക് വിശന്നു ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. നീതിമാന്മാരെ അല്ല ഇവിടെ ഭാഗ്യവാന്മാർ എന്ന് വിളിക്കുന്നത്, മറിച്ച് നീതിക്ക് വേണ്ടി വിശന്നു ദാഹിക്കുന്നവർ, നീതിമാന്മാരായി ജീവിക്കണമെന്ന് അങ്ങേയറ്റം ആഗ്രഹിക്കുന്നവരെയാണ് ഭാഗ്യവാന്മാർ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരിക. പാപത്തെ വെറുക്കുന്നവനും പാപിയെ സ്നേഹിക്കുന്നവനുമായ കർത്താവ് നമ്മെ തീർച്ചയായും മനസാന്തരത്തിലേക്ക് നയിക്കുകയും പുതുക്കമുള്ളൊരു ജീവിതം നമുക്ക് നൽകുകയും ചെയ്യും. അതുപോലെ നിത്യജീവൻ നമുക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.